എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഓർക്കിഡിന് മഴക്കാലത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണം? മഴക്കാലം വരികയാണ്. ഇനി ഇവിടെ നിന്നാണ് തൊട്ടിട്ട് മഴക്കാലമാണ്. അപ്പോൾ നമ്മൾ ഓർക്കിഡിന് ഏറ്റവും നല്ല കാലമാണ് മഴക്കാലം. പക്ഷേ എന്നാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഉണ്ട്. മഴക്കാലത്ത് എന്തൊക്കെ നമ്മൾ ഓർക്കിഡിന് ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. നമ്മളെ പ്ലാന്റ് ആദ്യം ഒന്ന് വൃത്തിയാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്ലാന്റിൽ പഴുത്ത മുട്ടുകളോ പഴുത്ത പൂവോ പഴുത്ത ലീഫോ പിന്നെ അതുപോലെ നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കരിമ്പനെ പോലെ പ്ലാന്റിൽ നമ്മൾ വളം കൊടുക്കുമ്പോൾ അതിൽ പൊടിയും പുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പറ്റി പിടിച്ചാൽ കരിമ്പൻ വന്ന പോലെ ഉണ്ടാവും. അതുമൊക്കെ നീക്കം ചെയ്യണം. നമ്മളൊന്നൊരു നനഞ്ഞ തുണി കൊണ്ട് അതൊന്ന് തുടച്ച് കൊടുത്താൽ ലീഫൊക്കെ തുടച്ച് കൊടുത്താൽ അത് പോവും. ചിലപ്പോൾ നല്ലോണം പിടിച്ച് കഴിഞ്ഞാലുള്ളൂ നമ്മൾ പറ്റി പിടിച്ചാൽ അത് തുടച്ചാൽ പോകാതിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മഴക്കാലമാകുമ്പോൾ നമ്മളെ പ്ലാന്റിന് ഫംഗസും ചീച്ചിലും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കൊഴിഞ്ഞു പോയ ഇലകളുണ്ടാവും ചട്ടിയിലൊക്കെ, അതൊക്കെ പെറുക്കിയിടുക. പോയ മുട്ടുകൾ, വാടിയ ഇലകൾ, പഴുത്ത ഇലകൾ ഇതെല്ലാം പെറുക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് അതിനൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ആൻറ്റിബയോട്ടിക് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യണതാണ് പറയണത്. പ്ലാന്റുകളൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ ആൻറ്റിബയോട്ടിക് ഗുളികകളോ അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് മരുന്നുകളോ എന്തെങ്കിലും ഒന്ന് മെഡിക്കൽ സ്റ്റോർ പോയിട്ട് ആൻറ്റിബയോട്ടിക് പറഞ്ഞിട്ട്, ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ ഡോക്ടർമാർ എഴുതാതെ കിട്ടൂല തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതി തരുമല്ലോ. ആ ആൻറ്റിബയോട്ടിക് ആയാലും വെള്ളത്തിൽ കലർത്തിയിട്ട് നമ്മളെ പ്ലാന്റിന് നന്നായിട്ട് കൊടുക്കുക കേട്ടോ. അത് തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു മഴക്കാലം വരുന്നോട് കൂടി ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിന് പെട്ടെന്നുള്ള ചീച്ചിലുകളും വേറുള്ളതൊന്നും വരില്ല. അതുപോലെ തന്നെ പ്ലാന്റിലുണ്ടാവും ഇല കൊഴിഞ്ഞ തണ്ടുകൾ, ഉണങ്ങി നിൽക്കുന്ന തണ്ടുകൾ, അതെല്ലാം വെട്ടിക്കളയണം കേട്ടോ. പ്ലാന്റ് എപ്പോഴും ഈ ഒരു മഴക്കാലത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫംഗിസൈഡ് കൊടുക്കണം കേട്ടോ. സാഫെന്നെ അടിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആൻറ്റിബയോട്ടിക്കാണ്. ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഒരു ഫംഗിസൈഡ്, അത് സാഫ് ആയിക്കോട്ടെ, അതാണ് കൊടുക്കുക. സാഫ് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു എത്ര വെച്ചാലും ഒരു കുറച്ചൊക്കെ എത്ര ഇനി ഏറിയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണോണ്ട് തന്നെ നമ്മളെ പ്ലാന്റിന് പെട്ടെന്നൊന്നും ഒരു കേട് വരില്ല. എന്നിട്ട് നമ്മളൊരു ഫംഗിസൈഡും കൂടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഴക്കാലം മുഴുവനും നമ്മളെ പ്ലാന്റ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ടിരിക്കും. പിന്നെ 1 മാസമോ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ഫംഗിസൈഡോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്കോ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല കാലമാണ് നമ്മളെ പ്ലാന്റിന്. അതിൻ്റെ തണുപ്പും ആ ഒരു ചീത്തല മഴ പെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു തണുപ്പൊക്കെ വരുമല്ലോ. ആ തണുപ്പൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. കേടുള്ള ചെടി കേടില്ലാത്ത ചെടി എന്നൊന്നുമില്ല കേട്ടോ. എല്ലാ ചെടിക്കും കൊടുക്കണം. അതിൻ്റെ തണ്ടിനും അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്തും ഒക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. അത് ആൻറ്റിബയോട്ടിക് ആയാലും സാഫ് ആയാലും അങ്ങനെ തന്നെ ചെയ്യണേ കേട്ടോ. അത് എന്ത് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് മറക്കാതെ നമ്മൾ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുക. ഇനി മഴയാണല്ലോ, അപ്പോൾ കഴിയുന്നിടത്തോളം ജൈവവളം കൊടുക്കാണ്ടിരിക്കുക. വല്ലപ്പോഴും ഒരു രാസവളം കൊടുക്കുക. അത് 19 മാത്രമാണ് ഞാൻ കൊടുക്കാറ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 19 കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. കാൽസ്യം ഗുളിക, ഷെൽക്കാൾ കൊടുക്കും. അതുപോലെ തന്നെ മുട്ടും കൂമ്പൊക്കെ പ്ലാന്റിൻ്റെ കൂമ്പ് അടിഞ്ഞ് നിൽക്കണതിന് നമ്മൾ ആസ്പിരിൻ ഗുളിക കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഞാൻ വേറെയുള്ള മരുന്നുകളൊന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ മഴക്കാലം വരുമ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ഇത് കൊടുക്കാതിരിക്കുക. പിന്നെ പഴത്തോല് അങ്ങനെയുള്ളത് നമ്മൾ ജൈവവളം കൊടുക്കും. തിളപ്പിച്ചിട്ട് ചൂടാറി കഴിഞ്ഞേക്കിന് അപ്പോൾ കൊടുക്കുക, പുളിപ്പിക്കാതിരിക്കുക. പുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം വെള്ളത്തിലിട്ട് നാളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫംഗസ് വരും. അപ്പോൾ ഫംഗസ് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. പഴത്തോലിയൊക്കെ നമുക്ക് കിട്ടിയാൽ തിളപ്പിക്കുമല്ലോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ളിത്തോലിയാണെങ്കിലും തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം മാത്രം അത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ 19 കൊടുക്കുക. ഫംഗിസൈഡ് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 15 ദിവസത്തിലൊരിക്കലോ കൊടുക്കുക.
ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മളെ പ്ലാന്റിന് ചെയ്യേണ്ടത്. ചീച്ചിലുള്ള ഇലകളും പഴുത്ത ഇലകളും തീർച്ചയായിട്ടും കളഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പഴുത്ത മൊട്ടോ അതേപോലെ എന്തെങ്കിലും ജന്തുക്കൾ കുത്തിയ മൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കളയണം കേട്ടോ. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഇലകളിലൊക്കെ ആ കറുത്ത പുള്ളി കാണുമല്ലോ, അതിന് നമ്മൾ ഒബ്രോൺ വാങ്ങി അടിക്കാറുണ്ട്. ഒബ്രോൺ വാങ്ങി അടിക്കാം നിങ്ങൾക്ക്, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ. എൻ്റെ പ്ലാന്റിന് അത് ഇല്ലാതിരിക്കട്ടെ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്രോൺ വാങ്ങി അടിക്കാം കേട്ടോ. പിന്നെ വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ഹെൽത്ത് ക്ലിനിക്കിൽ നിന്ന് എഴുതി തന്ന മരുന്നുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വളക്കടിയിൽ പോയിട്ടില്ല, പോവുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ മഴക്കാലത്ത് ചെയ്യേണ്ടത്. പ്ലാന്റ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്ലാന്റും ഇതുപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ആൻറ്റിബയോട്ടിക് എന്തായാലും കൊടുക്കുക, അത് കഴിഞ്ഞ് സാഫും കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരുന്നുകളൊക്കെ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക് നിർബന്ധമായിട്ടും കൊടുക്കണം, ഒരു ഫംഗിസൈഡും കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.